എല്ലാവർക്കും ലണ്ടൻ വിശേഷൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ വിസ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു. അത് ഇ വിസ BRPന്ന് ഇ വിസയുടെ UKVAയിൽ അക്കൗണ്ട് എങ്ങനെ എടുക്കണം എന്നുള്ളത് അഡൽട്ട് എന്ന് വെച്ചാൽ എന്നെ പോലെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളത് ഇവർക്കടെ ഇ വിസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെൻ്റെ മക്കളാണ്. അപ്പോൾ ഈ ചിൽഡ്രൻസിൻ്റെ ഈ വിസ എങ്ങനെയാണ് ചെയ്യണത് എന്നതിനെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ലണ്ടൻ വിശേഷത്തിൻ്റെ ഈ ഒരു വിശേഷത്തിൽ UKVA അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും BRP കാർഡ് നിലവിൽ വാലിഡായിട്ടുള്ള ഒരു BRP കാർഡിനെ നമ്മുടെ UKVAയുടെ അക്കൗണ്ടിലോട്ട് ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയൊക്കെ അപ്ലോഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ ഈ വിശേഷങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വെൽക്കം. അപ്പോൾ നമ്മൾ ഈവനിങ് വാക്കിങ് ഈവനിങ് സൈക്ലിങ് അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടി നടക്കണ എൻ്റെ കൂട്ടത്തിൽ നമുക്കിടെ ഒരു വീഡിയോയും കാണാം, വീഡിയോയും ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ UKVAയുടെ അക്കൗണ്ട് ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, BRP കാർഡ് വേണം, നമ്മുടെ എക്സ്പയറി ഡേറ്റ് വേണം, അതുപോലെ തന്നെ നമുക്ക് ഇമെയിൽ അക്കൗണ്ട് വേണം, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ വേണം, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ UKVAയുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ ഈ കുട്ടികൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണ കേസിൽ അവർക്ക് 18 വയസ്സ് ആവാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു 50 പേരോളം സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് വാട്സപ്പിലും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ വന്നിട്ട് കുട്ടികളുടെ അക്കൗണ്ട് എങ്ങനെയാണ് ചെയ്യണത്, അവർക്ക് സെപ്പറേറ്റ് മെയിൽ വരുമോ, നമ്മൾ സെയിം മെയിൽ ID ആണ് കൊടുത്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വന്ന മെയിൽ ID വെച്ചിട്ട് തന്നെ ഞാൻ കുട്ടികളുടെ മോളുടെ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ UKVAയുടെ സൈറ്റിൽ ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റാർട്ട് ക്രിയേറ്റ് ആൻഡ് UKVA അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ആ അക്കൗണ്ടിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ BRPയുടെ നമ്പർ അടിച്ചു കൊടുക്കുക, എക്സ്പയറി നമ്പർ അടിച്ചു കൊടുക്കുക, അതിനുശേഷം നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക, പിന്നെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID അങ്ങനെയുള്ള കാര്യങ്ങൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഇമെയിൽ IDയും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും അടിച്ചു കൊടുക്കുമ്പോൾ ഈ ചെയ്യുന്ന വ്യക്തിക്ക് അണ്ടർ 18 ആയതുകൊണ്ട് ആ വ്യക്തിയുടെ പേരിൽ ഒരു മെയിൽ ID ഒന്നും ഉണ്ടാവില്ല ഒരു പക്ഷേ. അപ്പോൾ അങ്ങനെയുള്ളൊരു ചോദ്യമുണ്ട്, ഇതാരാണ് ചെയ്യുന്നത് എന്ന്. നമുക്കിടെ മെയിൽ ID കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ബിലോ 18 വയസ്സുള്ള കുട്ടികളുടെ പേരിൽ മെയിൽ ID ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവരുടെ ലീഗൽ ഗാർഡിയൻ ആണ് എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിട്ട് അവരുടെ പേരിൽ ഇമെയിൽ ID അത് രണ്ടും നമ്മൾ എസും നോയും. ഒന്ന് നമ്മൾ ലീഗൽ ഗാർഡിയനാന്ന് പറഞ്ഞ് കൊടുക്കുക, രണ്ട് നമ്മൾ ഇതും പറഞ്ഞ് കൊടുക്കുക. ഇങ്ങനെ അവർ സ്വന്തമായിട്ട് ഓപ്പറേറ്റ് ചെയ്യില്ല, നമ്മളാണ് അവരുടെ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്ത് UKVAയുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. സെയിം ആസ് യൂഷ്വൽ നമ്മൾ അഡൽറ്റിന് ചെയ്ത പോലെ തന്നെ BRP കാർഡ് സ്കാൻ ചെയ്യുക, അതിനുശേഷം അതിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നിടയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഈ ഇരിക്കുന്ന സോഫ 2 എണ്ണം പുറത്ത് ഹെൽപ്പ് യുവർ സെൽഫ് എന്ന് എഴുതിയിട്ടുണ്ട്. മറ്റൊന്നല്ല, അത് ഫ്രീ ആണ്, നമുക്ക് ആവശ്യമുള്ളവർക്ക് അതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അത് ആ കാണുന്ന വീട്ടുകാർ ഇങ്ങനെ അവർക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് പുറത്ത് വെച്ചേക്കണാണ്. യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ വെക്കുകയുള്ളൂ. ഈ BRP കാർഡ് നമ്മൾ എപ്പോഴും പറയുന്നുണ്ടല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ബ്രിട്ടീഷ് റെസിഡൻസ് പെർമിറ്റ് എന്ന് പറഞ്ഞു പോയായിരുന്നു. അത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് എന്നാണ് അതിൻ്റെ പേര്. ആ കാർഡിൻ്റെ പേര് ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് എന്ന്. BRP കാർഡ് നമ്മൾ സ്കാൻ ചെയ്യണ സമയത്ത് കൃത്യമായിട്ട് അത് വെക്കണം, അതിൻ്റെ പൊസിഷൻ. കാരണം എൻ്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ച ഒരുത്തൻ ഇവിടെ ഇപ്പോൾ UKയിലുണ്ട്. അവൻ എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു, എടാ അളിയാ, ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ BRP കാർഡ് സ്കാൻ ചെയ്തിട്ട് ആവണില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞൊരു കാര്യം പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരനെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവനത് ചെയ്യാൻ പറ്റിയില്ല, സ്കാനിങ് ആയില്ല ഒരു തവണ. അത് കഴിഞ്ഞിട്ട് അവൻ റീസ്റ്റാർട്ട് ചെയ്ത് വീണ്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സേവ് ആയിട്ട് കിടക്കും കേട്ടോ. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചെയ്ത് തെറ്റിപ്പോയി എന്ന് പറയുന്നത് ടെൻഷനൊന്നും ആവണ്ട. നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ
ഒന്നുകൂടെ ചെയ്യുക. അപ്പോൾ 2 വശങ്ങൾ സ്കാൻ ചെയ്യണം. അതിനുശേഷം നമുക്ക് UKVയുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫോട്ടോസ് എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫേസ് സ്കാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ കുട്ടികളുടെ തന്നെ ചെയ്യണം. സെൽഫി മോഡിലാണ് ഫോട്ടോ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾക്ക് ആപ്ലിക്കേഷൻ നമ്മൾ പേരൻസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ പേരൻസിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ നമ്മുടെ മെയിൽ ID നമ്മുടെ മൊബൈൽ നമ്പറും കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ചുകൂടെ പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ, അവർക്ക് മൊബൈലൊക്കെ യൂസ് ചെയ്യാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഫോം ഫില്ല് ചെയ്യണ സമയത്ത് ഇങ്ങനെ കുറേ അധികം സംശയങ്ങളും കുറേ ചോദ്യങ്ങളും അതിൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേർക്ക് കോമൺ ആയിട്ടുള്ള കുറേ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത് കുട്ടികളുടെ വരുമോ, കുട്ടികൾക്ക് വേറെ ആയിട്ട് വേണോ, ഡിപ്പെൻഡൻറ്റും അതുപോലെ തന്നെ മെയിൻ ആപ്ലിക്കൻറ്റിൻ്റെ ആയിട്ടുള്ളവർക്ക് ലിങ്ക് വന്നിട്ടില്ല, ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒത്തിരി പേർക്ക് ലിങ്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഡിപ്പെൻഡൻസിന് മാത്രമാണോ വരുള്ളൂ, ഇനി മെയിൻ ആപ്ലിക്കൻ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പൊന്നു മാതാവ് എന്താ സംശയങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് കുറേ അധികം പേരോട് നമ്മൾ ചോദിക്കുകയും റെഫറൻസൊക്കെ എടുക്കുകയും ചെയ്തു. അങ്ങനെ കിട്ടിയ കുറേ ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. പിന്നെ നമ്മളോട് ഒരു ചേട്ടൻ ഒരു സംശയം ചോദിച്ചാണ്, ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഓരോ മെയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, പുതുതായിട്ട് മെയിൽ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് 3 മക്കളുണ്ട്. വൈഫിന് ഓൾറെഡി സെപ്പറേറ്റ് ആയിട്ട് തന്നെ മെയിൽ വന്നു. അപ്പോൾ പുള്ളിക്കാരത്തിയുടെ ഇത് മെയിൽ ID ഇത് ചെയ്തു. മോളുടെ ഇന്നാണ് ഞാൻ ചെയ്തത്. ഇനി മോൻ്റെ ചെയ്യാനുണ്ട്, നാളെ ചെയ്യും. അതുപോലെ തന്നെ കുഞ്ഞു മോൻ്റെ ഉണ്ട്, അവൻ്റെയും ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഒരു മെയിൽ ID നിന്ന് ചെയ്തു എന്ന് കരുതി ഒരു കുഴപ്പമില്ല. നമ്മൾ ചെയ്യണത് 18 വയസ്സിൽ താഴെയാണെന്നുള്ളവർക്ക് ഒരു ഡിക്ലറേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ മെയിൽ ID ആണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ സുരക്ഷിതമായിട്ട് തന്നെയാണ് ഇത്. ട്രിപ്പിൾ അല്ലെങ്കിൽ 2 or 3 ടൈപ്പ് സുരക്ഷ OTP ഒക്കെ വന്നിട്ടാണ് നമ്മളിത് ചെയ്തവർക്കറിയാം. നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ വീട്ടിലെവിടെയെങ്കിലും ഇരുന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വിരക്തി പലർക്കും ഉണ്ടാവുമല്ലോ, കാഴ്ചക്കാർക്കായിട്ടുള്ളവർക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് നമ്മൾ മെയിൻ ഹൈ സ്ട്രീറ്റിലോട്ട് നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ളൊരു വോക്ക് വേ ആണ്. പുല്ല് പിടിപ്പിച്ച് ഇങ്ങനെ ഇട്ടേക്കാണ്. ഈ പുല്ല് പിടിപ്പിച്ചേക്കണ ഏരിയയിൽ ഇത്രയും ഭാഗത്തിൻ്റെ അണ്ടർഗ്രൗണ്ട് ആയിട്ട് ടാങ്കുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള ഈ ചെടികൾ പിടിപ്പിച്ചേക്കണ ഈ ട്രാക്കിൽ കൂടെ എനിക്ക് തോന്നുന്നു പൈപ്പ് ലൈന്, ഗ്യാസ് ലൈന്, വെള്ളത്തിൻ്റെ ലൈന്, അങ്ങനെയുള്ള ലൈനുകളൊക്കെ ഇതികൂടെയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ മണ്ണിൻ്റെ അടിയിലൂടെ കൊണ്ടുപോയിക്കണമെന്ന് തോന്നുന്നു. കാരണം അവിടെ ഇങ്ങനെ മാർക്കിംഗ് ഒക്കെ അവർ നൽകിയിട്ടുണ്ട്. വണ്ടികളൊന്നും ഇതിൻ്റെ മുകളിൽ കൂടെ കയറി ഓടാൻ അവർ അനുവദിക്കില്ല. കാരണം കാറോ ജീപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കിവിടെ ഈ ഭാഗത്തേക്ക് കയറ്റാനൊന്നും സാധിക്കില്ല. എന്നാലും എന്തൊക്കെയോ ഗ്യാസ് ലൈനൊക്കെ ആയിരിക്കും ഇതിൻ്റെ മണ്ണിൻ്റെ അടിയിൽ കൂടെ പോയിട്ടുണ്ട്. പിന്നെ നമ്മളോട് ഒരു സംശയം ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിലാണ് കുട്ടികളുള്ളത്, കുട്ടികൾക്ക് BRP ഉണ്ട്, ആ BRP കാർഡ് റിന്യൂ ചെയ്യണോ, അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ നിന്ന് അത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. നമുക്ക് നാട്ടിൽ നിന്ന് ചെയ്യണതിന് ഒരു കുഴപ്പമില്ല. കാരണം നമ്മൾ ചെയ്യുന്ന വ്യക്തിയുടെ കയ്യിൽ BRP ഉണ്ടായിരിക്കണം. കാരണം BRP സ്കാൻ ചെയ്തതിന് ശേഷം ആ BRPയിലുള്ള വ്യക്തിയുടെ ഫേസ് സ്കാൻ ചെയ്യുന്നുണ്ട്, അതിനുശേഷം ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ BRP കയ്യിൽ കൂടെ തന്നെ ഉണ്ടാവണം. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോൺ വേണം. ചെയ്യാനായിട്ട് ആരാണ് ഡിക്ലെയർ ചെയ്യുന്നത്, ഓൺലൈനിൽ ചെയ്യണമെന്ന് മാത്രം. ഇങ്ങനെ ഓൺലൈനിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എന്നോട് സംശയം ചോദിച്ച് അവരുടെ കുട്ടി മാത്രമേ നാട്ടിലുള്ളൂ, പേരൻസ് ഇവിടെ UK വർക്ക് ചെയ്യാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നാട്ടിൽ നിന്ന് അത് അറിയാവുന്ന ആരെങ്കിലും ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ, സുഖമായിട്ട് ചെയ്യാം. BRP എന്തായാലും നാട്ടിൽ തന്നെ വെച്ചിട്ടാണ് പോരാൻ ചാൻസ്. കാരണം ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് വന്ന സമയത്ത് ചോദിക്കും. നമ്മൾ NFC ഉള്ള മൊബൈലാണോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ആ NFC ഉള്ള മൊബൈൽ എന്ന് പറയാൻ കാരണം നമ്മളിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോണും ഈ BRP കാർഡും തമ്മിൽ മുട്ടിയിരിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ചിപ്പും ഉള്ള കാർഡും ഇതുമായിട്ട് ശരിക്കും അതിൻ്റെ മുകളിൽ മുട്ടിയിരുന്ന് കഴിഞ്ഞാൽ മാത്രമാണ് ആ കമ്മ്യൂണിക്കേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ടച്ച് ചെയ്യണമെന്ന് അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതാണ് അങ്ങനെയുള്ളൊരു കാര്യം കൂടി നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫ്രണ്ട് ഒരാൾ സ്കാനിങ് ആവണില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത് അവന് ഈ BRPയുടെ ഡീറ്റെയിൽസ് എടുക്കുന്ന സമയത്ത് അതും ഇതുപോലെ തന്നെ ഒരു ഇതായിട്ട് കണ്ടു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കെയർഫുള്ളായിട്ട് ചെയ്യുക, തെറ്റുകൾ വരുത്താതെ ചെയ്യുക. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് BRP ഈ വിസയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനുള്ള ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് UKVയുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ നമ്മുടെ BRPയുടെ ഡീറ്റെയിൽസ് സ്കാൻ ചെയ്ത് കയറ്റണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഒരു വീഡിയോ ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മൾ അഡൽറ്റിന് വേണ്ടിയിട്ടുള്ളത് ചെയ്തു. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കവറായി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുക. ഇങ്ങനെ ഒരു ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചെയ്യണ സമയത്ത് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർ കൊടുക്കാവുന്നതാണ്. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പറും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ആവശ്യമുള്ളവർക്ക് വീണ്ടും എടുക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതിലെല്ലാവരോടും ബൈ ബൈ. സെയിം ബൈ ബൈ. ബൈ. ഹെൽദോ ബൈ.